മാരുതി സുസുക്കി ആൾട്ടോ 800 ക്രാങ്കിൻ്റെ ഓയിൽ സീൽ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ, അതുപോലെ ക്യാം ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ, ഈ രണ്ട് ഓയിൽ സീലും മാറുന്നില്ല, ഓയിൽ ലീക്കായിട്ട് മാറണം. അപ്പോൾ ക്രാങ്കിൻ്റെ ഓയിൽ സീലും ക്യാമിൻ്റെ ഓയിൽ സീലും നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇത് രണ്ട് ഓയിൽ സീൽ ഏകദേശം കറക്റ്റ് ഒരേ സൈസാണ്. വെച്ച് കഴിഞ്ഞാൽ കണ്ടാ സൈഡ് കറക്റ്റ് റൗണ്ട് കറക്റ്റാണ്, ഔട്ടർ റൗണ്ട് കറക്റ്റാണ്, പക്ഷേ ഇന്നർ റൗണ്ട് ചെറിയ വ്യത്യാസമുണ്ട് അതിൻ്റെ ഡയമീറ്റർ. അതിൽ ക്രാങ്ക് ഓയിൽ സീലിനാണെങ്കിൽ ഈ ഒരു വീതി കുറച്ച് കൂടുതലുണ്ട്, ഈ ഒരു വീതി ഉണ്ടാ, ഈ ഔട്ടർ നിന്നറിന് വീതി. ക്യാമിൻ്റെ ഓയിൽ സീലാണെങ്കിൽ ഈ വീതി കുറവായിരിക്കും. അതുപോലെ അതിൻ്റെ മേലെ നമ്പർ വരുന്നുണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഏകദേശം നമ്പർ പറഞ്ഞാൽ ഇതാ നമ്പർ, ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് നമ്പർ 6349 ആയിരിക്കും ക്രാങ്കിൻ്റെ ഓയിൽ സീലിൻ്റെ നമ്പർ. അതിൻ്റെ മുകളിൽ ക്യാമിൻ്റെ ഓയിൽ സീലിൻ്റെ നമ്പർ ആണെങ്കിൽ ഇതാ 6315 ഇവിടെ ഉണ്ട് നമ്പർ. ആ നമ്പർ കറക്റ്റ് ക്യാമറയിൽ ക്ലിയർ ആണെന്നുണ്ടോ അറിയില്ല, ഒന്നങ്ങനെ മനസ്സിലാക്കാം. 6315 ക്യാമിൻ്റെ ഓയിൽ സീലും 6349 ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീലും അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ ഒരു വീതി കുറഞ്ഞത് ക്യാമിൻ്റെതും ഈ ഒരു വീതി കൂടിയത് ക്രാങ്കിൻ്റെ ഓയിൽ സീലുമാണ്. ഓക്കെ, വീതി കൂടിയത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീല്, അതുപോലെ വീതി കുറഞ്ഞത് മുകളിൽ ക്യാം ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം.